ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറ. അയ്യോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. അതെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹലോ ഗായ്സ് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ഇന്ന് നമ്മൾ സ്റ്റുഡിയോ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ലിപ്സ്റ്റിക് കണ്ടിട്ടുണ്ടായിരുന്നു. ബെറി കിസ് എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. 149 റുപ്പീസ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന്. സംഭവം തിരക്കിയിട്ടില്ലാത്തൊരു ഷെയ്ഡായിരുന്നു. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ചുണ്ടിലിട്ട് നോക്കി. ഇതേ ഇങ്ങനെയായിരുന്നു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇച്ചിരി പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തോ എന്തായി? എന്താ? അയ്യോ, ഇതെന്താ? എന്ത് പോളിഷ് എന്തായിരുന്നു? ഹലോ ഗായ്സ്, ഞങ്ങൾ നെയിൽ പോളിഷ് അടിച്ചു. ഗായ്സ് പറയ്, നെയിൽ പോളിഷ് അടിച്ചു. ഹലോ ഗായ്സ്, ഇതെന്താ? ഇതെന്താ? ഇത് വേണോ പറ. ഞങ്ങൾ പുതിയ ലിപ്സ്റ്റിക് മേടിച്ചു ഗൈസ്. സൂപ്പർ ലിപ്സ്റ്റിക്കാ, ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറ. അയ്യോ, വീട്ടിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ചുണ്ടിൽ എനിക്ക് ലിപ് ബാം ഇടാൻ ഇവിടെ ഒരാൾ എന്നെ ഓഡിയോ കൊടുക്കാൻ സമ്മതിക്കണില്ല. ഞാൻ പറയുന്നതിന് നേരെ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് വന്നപ്പോൾ ഷെയ്ഡ് കുറച്ചുകൂടി ഇഷ്ടമായി. അകത്തുനിന്ന് എനിക്ക് വലിയൊരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ലിപ്സ്റ്റിക്ക് അടിക്കുന്നതിന് മുമ്പ് ലിപ് ബാം യൂസ് ചെയ്യണം. പക്ഷേ ഞാനൊരു മണ്ടത്തരം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചിത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഒരാളുടെ പുതിയ ഗ്ലാസ്, സൺഗ്ലാസ്. കണ്ണടയിട് കണ്ണിലിട്. അയ്യോ, കണ്ണടയിട്. പിന്നെ ഞങ്ങൾ നേരെ തൊടിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് മാങ്ങമരം. മാങ്ങമരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യമായി ഊഞ്ഞാലിന് തലയും കുത്തി വീണത് ഈ മാവിൻ്റെ കൊമ്പിൽ ഊഞ്ഞാലിട്ടിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തൊടിയിലേക്ക് കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ. അപ്പം അച്ഛൻ അവിടെ തൊടിയിൽ തെങ്ങിനൊക്കെ വെള്ളം നനയ്ക്കുകയായിരുന്നു. അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീടെല്ലാം ലോക്ക് ചെയ്തിട്ട് നേരെ തൊടിക്ക് പോയതായിരുന്നു. ഇതിലൂടെ നടക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഒരു കാര്യം സൂക്ഷിക്കണം, തലയിൽ എപ്പോൾ വേണേലും തേങ്ങ വീഴാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ. അവൾക്കാണെങ്കിൽ അവിടെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. വെക്കേഷൻ ടൈമിലൊക്കെ ഫുൾ ടൈം ഇവിടെ ആയിരുന്നു കളിക്കലും കാര്യങ്ങളൊക്കെ. അതായിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നേ. കൈ പിടിക്ക്. പിന്നെ ദേ ഈ ഒരു സംഭവം, ഇതിൻ്റെ കുഞ്ഞ് ഇല നമ്മൾ ചുമ്മാ കയ്യിൽ റബ്ബ് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റെഡ് കളർ ആവുമല്ലോ. അപ്പോൾ അത് ഞാൻ മൈലാഞ്ചി കൊണ്ട് കുഞ്ഞുനാളിൽ ഇട്ടിട്ടുണ്ട് കുറേ വട്ടം. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കി. ഇത് നമ്മുടെ ജാക്കി. പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ടൗണിലേക്കൊന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഫ്രഷായി ടൗണിലേക്ക് വിട്ടു. സാരി മേടിക്കാനുണ്ടായിരുന്നു. കയറി അങ്ങനെ സാരിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആയതുകൊണ്ട് പിന്നെ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് കുടിക്കാൻ നാരങ്ങകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ച് ടോപ്പ് നോച്ച് കയറിയപ്പോഴായിരുന്നു ശശിയെ അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയ്ക്ക് പോയി. അവിടെ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതായിരുന്നു. സേവ് ദി ഡേറ്റിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോഴേക്കും നല്ല വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു കോഫിയും ഷവർമയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.